പ്രാപ്തരാക്കും. അതേപോലെ ഈ രാജാവിന് മക്കളില്ലായിരുന്നു. അപ്പൊ രാജാവിനും സങ്കടം, രാജകൊട്ടാരത്തിലും സങ്കടം, രാജ്യത്തും സങ്കടം, പ്രജകൾക്കും സങ്കടമാണ്. ഇത്രയും നല്ലൊരു രാജാവിന് മക്കളില്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ സങ്കടത്തിലാണ്. അങ്ങനെ കുറേ കാലം പ്രാർത്ഥനയും വൈദ്യനെ കാണിച്ച് മരുന്ന് കുടിക്കുകയും ഒക്കെ ചെയ്ത് രാജാവിന് ഒരു ഉണ്ണി പിറന്നു. ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്, കാരണം ഇവിടുത്തെ സമയം വളരെ പരിമിതമാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വൈഡായിട്ട് പറഞ്ഞേനെ. അപ്പം ഒരു ഉണ്ണി പിറന്നു, നല്ല സൂര്യ തേജസ്സുള്ള ഒരു ഉണ്ണി. അവൻ കാണെ വളർന്നു വന്ന് വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രാജാവ് ശ്രദ്ധിക്കുന്നത്, ഉണ്ണിക്ക് എല്ലാറ്റിനെയും ഭയമാണ്. വെളിച്ചത്തെ ഭയമാണ്, ഇരുട്ടിന് ഭയമാണ്, എല്ലാറ്റിനെയും ഭയമാണ്. ആളുകളെ ഭയമാണ്, ശബ്ദങ്ങളെ ഭയമാണ്, എല്ലാറ്റിനെയും ഉണ്ണിക്ക് ഭയമാണ്. അങ്ങനെയുള്ള ഒരു ഉണ്ണിക്ക് രാജഭരണം ഏറ്റെടുക്കാൻ കഴിയോ? ഇല്ല. അപ്പൊ രാജാവ് ആകെ വിഷമത്തിലായി. ഈശ്വര, ആറ്റുനോറ്റ് കിട്ടിയത് ഇങ്ങനെ ഒരു ഉണ്ണിയാണോ? പക്ഷെ ഈ ഉണ്ണിയെ മെച്ചപ്പെടുത്താൻ വേണ്ടി രാജാവ് പല പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി നോക്കി. പക്ഷെ ഒന്നുകൊണ്ടും ഒരു പരിഹാരം ആവുന്നില്ല. ആ ഇടയ്ക്ക് ആ രാജ്യത്ത് രാജാവിനെ കാണാനായിട്ട് ഒരു സന്യാസി വന്നു. ഞാൻ ചോദ്യം ചോദിക്കുന്നു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. ഒരു സന്യാസി വന്നു. സന്യാസി രാജാവിനെ മുഖം കാണിച്ചു. സന്യാസിയെ വേണ്ട വിധം പരിചരിച്ചു. വേണ്ട സ്വീകരണം ഒക്കെ നൽകി അവിടെ സ്വീകരിച്ചിരുത്തി. അപ്പം സന്യാസി രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, അങ്ങയുടെ ഖ്യാതി ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങയുടെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്തത്? അപ്പൊ രാജാവ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ്. എനിക്ക് ഒരേ ഒരു ഉണ്ണിയേ ഉള്ളൂ. ആ ഉണ്ണി ഇങ്ങനെ ഒരു വിഷമത്തിലാണ്. അതുകൊണ്ട് അതിനെന്താ ഒരു പരിഹാരം? അപ്പൊ സന്യാസി പറഞ്ഞു, വിഷമിക്കരുത്, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടല്ലോ. നമുക്ക് ഉണ്ണിയെ മിടുക്കനാക്കി എടുക്കണം. അങ്ങനെ സന്യാസി പറഞ്ഞു, എൻ്റെ രാജ്യത്ത് ഒരു നല്ല വൈദ്യനുണ്ട്, ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അദ്ദേഹത്തിന് അങ്ങയുടെ ഉണ്ണിയെ നല്ല മിടുക്കനാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ രാജാവ് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. സന്യാസി നാട്ടിൽ പോയിട്ട് ആ വൈദ്യനെ ഈ രാജ്യത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ വൈദ്യൻ വന്ന് രാജാവിന് മുഖം കാണിച്ചു. രാജാവിനോട് ചോദിച്ചു,